ഈ ഭൂമിയിലുള്ള ബന്ധങ്ങളെ ഒരാൾ ഒരു കുടയോടാണ് ഉപമിച്ചിരിക്കുന്നത്. നമുക്ക് ആവശ്യമില്ലാത്ത സമയത്ത് ഈ കുട എപ്പോഴും നമ്മുടെ കണ്ണിൻ്റെ മുമ്പിൽ കാണും. ഒരു പക്ഷേ നമ്മുടെ വീടിൻ്റെ മുൻപിലോ വാഹനത്തിലോ നമ്മൾ ആവശ്യമില്ലാത്ത ഒരു സമയത്ത്, അതായത് ശാന്തമായ അന്തരീക്ഷവും നല്ല കാലാവസ്ഥയും ഉള്ള സമയത്ത് ഈ കുട നമ്മുടെ കണ്ണിൻ്റെ മുൻപിൽ എപ്പോഴും കാണും. എന്നാൽ അപ്രതീക്ഷിതമായി ഒരു മഴ പെയ്യട്ടെ, നമുക്ക് എവിടെയെങ്കിലും പോകുന്നതിന് വേണ്ടിയുള്ള ഒരു അത്യാവശ്യ സന്ദർഭം ഒരുങ്ങട്ടെ, ഈ കുട നമ്മൾ എവിടെ പോയി തപ്പിയാലും അത് കാണാത്ത സന്ദർഭങ്ങളുണ്ട്. ഈ ഭൂമിയിലെ ബന്ധങ്ങളും നമ്മൾ ഈ പറയുന്ന സൗഹൃദങ്ങളുമൊക്കെ ഈ ഒരു കുട പോലെ മാത്രമാണ്. നമ്മുടെ ആവശ്യ സമയത്ത് ഇതൊന്നും നമ്മുടെ മുൻപിൽ കാണുകയില്ല. യഥാർത്ഥമായും കോരിച്ചൊരിയുന്ന വേളകളിൽ, കണ്ണുനീരിൻ്റെ ദിവസങ്ങളിൽ ഈ ഭൂമിയിലെ ഒരൊറ്റ സുഹൃത്ത് ബന്ധങ്ങളും ഒരൊറ്റ സുഹൃത്തുക്കളും നമ്മുടെ അടുത്ത് കാണുകയില്ല. യഥാർത്ഥത്തിലുള്ള സുഹൃത്തുക്കളെയും കാര്യം കാണുന്നതിനു വേണ്ടി കൂടെ നിൽക്കുന്നവരെയും വേർതിരിച്ച് കാണിക്കുന്ന അവസ്ഥകളാണ് നമ്മുടെ ജീവിതത്തിൻ്റെ കണ്ണുനീരിൻ്റെ അവസ്ഥകൾ. എന്നാൽ ഈ അവസ്ഥകളിൽ, അതായത് നമ്മൾ പോലും പ്രതീക്ഷിക്കാത്ത രീതിയിൽ ജീവിതം പ്രതികൂലമാകുന്ന സമയത്ത് നമ്മളോട് കൂടെ ഒരു കുടയായിട്ടല്ല, എന്നാൽ പകൽ മേഘസ്തംഭമായി രാത്രിയിൽ അഗ്നിത്തൂണായി നമ്മുടെ കൂടെയുള്ള ഒരു സാന്നിധ്യമാണ് ദൈവസാന്നിധ്യം. ദൈവത്തിന് മാത്രമേ നമ്മളുടെ ജീവിതത്തിൽ 24 മണിക്കൂറും നമുക്ക് സുരക്ഷ നൽകുവാൻ സാധ്യമാവുകയുള്ളൂ. പക്ഷെ നമ്മളത് തിരിച്ചറിയുന്നില്ല. നമ്മൾ മനുഷ്യരിൽ ആശ്രയിക്കുന്നതിന് വേണ്ടി നമ്മൾ ഓടി നടക്കുകയാണ്. എന്നാൽ ദൈവത്തിൻ്റെ സാന്നിധ്യം എന്ന് പറയുന്നത് നമ്മൾ പലപ്പോഴും അവഗണിക്കുന്ന സാന്നിധ്യമാണ്, കണ്ടില്ലെന്ന് നടിക്കുന്ന സാന്നിധ്യമാണ്, ഇല്ല എന്ന് നമ്മൾ കരുതുന്ന സാന്നിധ്യമാണ്. എന്നാൽ ആ ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മളുടെ കൂടെ ഉണ്ടെങ്കിൽ പകൽ സൂര്യനെങ്കിലും രാത്രി ചന്ദ്രനെങ്കിലും അതൊന്നും നമ്മളെ ബാധിക്കാതെ വണ്ണം നമ്മളെ ചുറ്റി പരിപാലിക്കുന്ന സാന്നിധ്യമാണ് ദൈവസാന്നിധ്യം. അതുകൊണ്ട് നാം തിരിച്ചറിയണം, മനുഷ്യൻ്റെ സഹായം വ്യർത്ഥമാണ്. ആവശ്യ സമയത്ത് ഈ മനുഷ്യരൊന്നും നമ്മുടെ കൂടെ കാണുകയില്ല. നമ്മുടെ കൂടെയുള്ളത് ആ ഒരൊറ്റ സാന്നിധ്യം മാത്രമാണ്. അത് ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത സാന്നിധ്യമാണ്.